ആണ് നമ്മുടെ ചെസ് റോക്കിലെ പ്രോപ്പർട്ടി. ലെറ്റ്സ് സീ. ഓപ്പൺ ആക്കിയോ? ഓപ്പൺ ആയോ? എങ്ങനെയുണ്ട്? വാവ്, ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി. വാവ്, നൈസ്. ഇതെന്താണ് ഈ കാണുന്നത്? ഇത് ഈ ഒരു ടബേ ഉള്ളൂ, സ്വിമ്മിംഗ് പൂളേ ഉള്ളോ? ഇതെങ്ങനെ തുറക്കാം? എങ്ങോട്ട് പോലെ? ഏയ്, വെള്ളത്തിൽ ചവിട്ടി റൂമിൽ കയറല്ലേ കേട്ടാ. അവൻ റെഡിയാണ്. ഇത് ക്ലിയർ ചെയ്തോണ്ടിരിക്കാണ്. കുഞ്ഞിതാണ്. ആ കുഞ്ഞിത് പോരെ? വേണ്ട, എനിക്ക് ബാർബിക്യൂ ഉണ്ട് എവിടെ? ഓ നൈസ്, ബാർബിക്യൂ ഉണ്ട്. ഇനി എവിടെയാ നെക്സ്റ്റ്? ഓ നീ കാണിച്ച ഇത് അടിപൊളി മുറിയാണ്. നനയ്ക്കല്ലേട്ടാരും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഡോണ്ട് മേക്ക് നോയ്സ് ഗൈസ്. വാവ്, ഇതടുത്തൊരു മുറിയാണ്. ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ റൂം. ഹൗ നൈസ്. പിള്ളേരെ സൂക്ഷിക്കണം. ഇവിടുന്ന് എടുത്താൽ നൈസായിരിക്കും വീഡിയോസ്. എന്തോ ഓപ്പൺ ബാത്റൂം ഉണ്ടെന്നാണ് പറയുന്നത്. ഓപ്പൺ ബാത്റൂം ഇതാണോ? എവിടെ? ഇത് ധൈര്യം ഉണ്ടോ ആർക്കെങ്കിലും കുളിക്കാൻ? മോളുടെ റൂമുണ്ടോ? നമ്മളിവിടെ ഒന്നും അല്ല, നമുക്ക് ഇവിടെ ഒന്നും അല്ല. പക്ഷേ ഇത് അടിപൊളിയല്ലേ? അടിപൊളി ലൈറ്റ് മീനുണ്ട്. ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളുള്ള ഇത് റൂം ഓടിയിട്ടാ. മൂന്ന് നിലയാണ് ഗൈസ്. 3 മുറികളായിട്ടാണ് കാണുന്നത്. ഒരെണ്ണം ഓപ്പൺ ബാത്റൂം ആണ്. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു ബാൽക്കണിയാണ്. ഒരു സിമ്പിൾ ആൻഡ് നൈസ് ബാൽക്കണി. നല്ല പ്രോപ്പർട്ടിയാണ്. ഗുഡ്. തണുപ്പ് കുറച്ച് കുറവുണ്ട്. ഒരു നൈസ് ബാൽക്കണി ഉണ്ട്. ഫുൾ ഗ്രീനറി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എല്ലാവരും നമ്മളെ കാണാൻ പറ്റും. നൈസ്. ഹലോ ഗൈസ്. ഫുൾ ഹലോ ഗൈസ് മാത്രമേ താഴോട്ട് പോവാം. നമുക്ക് താഴോട്ട് പോവാം. ഗെറ്റ് ഔട്ട്. ഇതൊക്കെ നൈസ്. ഇത് ഒരു ലിവിംഗ് റൂം. ഇവിടെ ഒരു ഹിഡൻ ബാൽക്കണി ഉണ്ട്. നൈസ് ആണ്. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു.
റിസോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ ഒരു നേരമായിരുന്നു. എല്ലാവരും നല്ല വിശന്നിരിക്കായിരുന്നു. പക്ഷെ എല്ലാം നമ്മളുടെ വണ്ടിയിലുണ്ടായിരുന്നു. ചോറ് കറികളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ 65, മീൻ പൊരിച്ചത്, വറുത്തത്, ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസും പാട്ടും. എടി ഇവിടെ കുളിപ്പിക്കോ? നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു പ്രൈവറ്റ് പൂൾ വില്ല തന്നെ വേണമെന്ന്. കാരണം നമുക്ക് അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് പൂളിലാണെന്ന് എല്ലാവർക്കും നല്ല ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പൂളാണ് മെയിൻ ഫോക്കസ് കൊടുത്തിട്ടാണ് റിസോർട്ട് നോക്കിയത്. എല്ലാം കൊണ്ടും ഒത്തൊരുങ്ങിയാണ് ഞങ്ങൾക്ക് ചെസ് റോക്ക് കിട്ടിയത്. നമ്മൾ ഫോണിലൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. ഇതുവരെ പോയ റിസോർട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈവറ്റ് പൂളായിരുന്നു ബെസ്റ്റ്. ഇവിടെ വലിയ ആൾക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും രണ്ടും സെപ്പറേറ്റ് പൂളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സേഫായിരുന്നു. മമ്മി ഒരു സംഭവം അടിച്ച് മാറ്റിയിരുന്നു. ഇവിടെ ഭയങ്കര ഈ റൂം തുറന്നാൽ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. ഓ ഗോഡ്, എല്ലാവരും ഇവിടെ കുളിയാണ് ഗായ്സ്. കാണിച്ചു തരാം. ഓ ഇത് ലോക്കാണ്. എങ്ങനെയുണ്ട് പൂൾ? എങ്ങനെയുണ്ട്? ഇല്ല ഞാൻ വരും, വീഡിയോ എടുക്കാൻ വന്നതാ. എങ്ങനെയുണ്ട് പൂള്? ഇത് വേറൊരു മുറിയായിരുന്നു. ഇത് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു സെപ്പറേറ്റ് സെക്ഷനായിരുന്നു. ഇവിടെ രസമുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഇവിടെ പൂളില്ലായിരുന്നു. നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ കാണുന്നത് ഫസ്റ്റ് ഒരു ബെഡ്റൂം പോലെയാണ്. പിന്നെ നമുക്ക് മുകളിൽ തന്നെ ഒരു ബെഡ് സ്പേസും കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബെഡ് സ്പേസിലും ബാൽക്കണി ഉണ്ട്. അത് നല്ല രസമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തണുപ്പുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ സീലിംഗ് ഫാൻ ഇല്ല. കൊച്ചി വെള്ളത്തിൽ കളിച്ചു വന്നപ്പോ ഇവിടെ ഒന്നുമില്ല. എല്ലാരും വിശന്ന് ബ്രെഡും ജാമും തിന്നു. പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു കൂട്ടി. നമ്മൾ റെസ്റ്റയാണ്. പുല്ലിൽ ഇങ്ങനെ കിടക്കാൻ എന്ത് രസം. വല്ലാത്ത സുഖം. നല്ല ക്ലൈമറ്റ്, നല്ല റിസോർട്ട്. and the background is wow. Oh no. നമുക്ക് ചായ തന്നിട്ടുണ്ട് ഇവര്. നമുക്കിപ്പോൾ ചായ കുറച്ച് കുടിക്കാം. ഇവർ നമുക്ക് പാൽ ചായ തന്നിട്ടുണ്ട്. നമുക്കിത് കുടിക്കാം കുറച്ച്. ഈ ഒരു ക്ലൈമറ്റിൽ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ വാങ്ങിയത്, ഫ്രീ അല്ല. ഓൺലി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമുക്ക് ഫ്രീ. ഈ ഒരു വൈബിൽ ഈ ചായ കുടിക്കാൻ അടിപൊളിയാ. ഇത് എന്റെ മുടിയിഴകളല്ല, ഇത് ഞാൻ തന്നെയാണ്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും വീടിൻ്റെ ഉള്ളിലിരുന്ന് ചീട്ടുകളിയായിരുന്നു. 31 കളിച്ചു ഞങ്ങളെല്ലാവരും കൂടെ. അമ്മാമടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. അയ്യോ നല്ല തണുപ്പാണ്. അതെ, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, ഭയങ്കര കാറ്റാണ്. ഇവിടുത്തെ രാത്രിയിലെ നമ്മളിപ്പോൾ രാവിലത്തെ കാഴ്ചകൾ കണ്ടു. ഇനി രാത്രിയിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ രാത്രികാല കാഴ്ചകൾ. ഇതാണ് നമ്മളുടെ നൈറ്റ് വ്യൂ. ഇപ്പം ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ കണ്ടോ, ഇതാണ് നമ്മുടെ വൈബ്. അവിടെ സീരസറ്റൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം അവിടെ എന്താണെന്ന്.
രാത്രിയിലെ ഫുഡ് നമുക്ക് റിസോർട്ടുകാർ തന്നെയാണ് തന്നത്. പൈസ കൊടുക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. 5 പേർക്കുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനേ ഞങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും ഇത് കഴിച്ചു എന്നുള്ളതാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പോരാത്തതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിഞ്ഞ ശേഷം ആൻറ്റിയൊക്കെ ഇരുന്നുറങ്ങായിരുന്നു. പിന്നെ കൊച്ചു വർത്താനം, നാട്ടു വർത്താനം, പരദൂഷണം പറച്ചിലൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം കൂടെ. അപ്പോൾ ഉറങ്ങാൻ പോകുന്നു ഗായ്സ്. ഇതാണ് നമ്മളുടെ ബെഡ്റൂം. ഓപ്പൺ ഡോർ. കയറുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കുഞ്ഞ് കിച്ചൺ പോലെ നമുക്ക് കട്ടൻ ചായയൊക്കെ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മളുടെ റൂമാണ്. ദിസ് ഈസ് ദ ബെഡ്റൂം. ആൻഡ് മുകളിലോട്ടും നമുക്ക് ഒരു ചെറിയ ബെഡ്റൂമുണ്ട്. 4 പേർക്ക് സുഖമായി കിടക്കാം. ഈ വീഡിയോ ആരൊക്കെ കാണുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. കാണുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. എന്തായാലും കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ അടുത്ത പ്രാവശ്യം ശരിയാക്കുന്നതായിരിക്കും. ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ട്, അതായിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ, താങ്ക് യു, ബൈ.